രാമൻ രാജ്യം വിട്ട് വനവാസത്തിലേക്ക് പോകുന്നതിനെ ഫിസിക്കൽ ബോഡിയിൽ നിന്നും മെൻ്റൽ ബോഡിയിലേക്കുള്ള ആത്മാവിൻ്റെ യാത്രയെ സൂചിപ്പിക്കുന്നു. രാവണനിൽ നിന്നും സീതയെ വീണ്ടെടുക്കാൻ രാമൻ തയ്യാറാകുമ്പോൾ മെൻ്റൽ ബോഡിയിൽ നിന്നും പ്രാണിക് ബോഡിയിലേക്കുള്ള യാത്രയെ സൂചിപ്പിക്കുന്നു. ശേഷം ലങ്കയിലേക്ക് ചെന്ന് രാവണനെ വധിച്ച് സീതയുമായി ഒന്നിക്കുമ്പോൾ പ്രാണിക് ബോഡിയും കടന്ന് പരമാനന്ദം പ്രാപിക്കുന്ന തേജസ്സായി ആത്മാവ് പ്രകാശിക്കുന്നു. ഓരോ മനുഷ്യൻ്റെ ഉള്ളിലുമുള്ള പഞ്ചകോശങ്ങളുടെ വിവരണമാണ് ഈ ഇതിഹാസത്തിൻ്റെ പിന്നിലെന്ന് ആരും സങ്കല്പിച്ചിട്ടുണ്ടാകില്ല. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തികളെ കാണുമ്പോഴോ അവരെക്കുറിച്ച് സംസാരിക്കുമ്പോഴോ എന്തെന്നില്ലാത്ത ആനന്ദം ഹൃദയത്തിൻ്റെ ഭാഗത്തായി അനുഭവിച്ചിട്ടുണ്ടാകും. അതേസമയം വെറും പരിചയം മാത്രമുള്ളവരെ കാണുമ്പോൾ സന്തോഷമുണ്ടായാലും മറ്റനുഭൂതികളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ഒരു വ്യക്തിയോട് നിങ്ങൾക്കുള്ള സ്നേഹത്തിൻ്റെ ആഴമനുസരിച്ചാണ് ഇത്തരം റിയാക്ഷൻസ് ഉണ്ടാവുന്നതെന്ന് തോന്നിയാലും അതിൻ്റെ യഥാർത്ഥ കാരണം തികച്ചും അത്ഭുതകരമാണ്. മനുഷ്യന് 5 കോശങ്ങളുണ്ട്. അന്നമയ കോശം, മനോമയ കോശം, പ്രാണമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. ഈ 5 കോശങ്ങളിൽ ഏതിലൂടെയാണോ നിങ്ങളുടെ ഊർജ്ജങ്ങൾ പുറത്തേക്ക് സഞ്ചരിക്കുന്നത് അത് പ്രകാരമായിരിക്കും ആ ബന്ധത്തിൻ്റെ ആഴവും ഉണ്ടാവുക. ഉദാഹരണത്തിന്, ഒരു വ്യക്തിയോട് ശാരീരികമായ അടുപ്പം മാത്രം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ അന്നമയ കോശത്തിൽ നിന്നായിരിക്കും ഊർജ്ജങ്ങൾ അവരിലേക്ക് സഞ്ചരിക്കുക. അന്നമയ കോശം ഫിസിക്കൽ ആയതുകൊണ്ട് ഇത്തരം ഊർജ്ജങ്ങളുടെ ആയുസ് ഏതാനും ദിവസങ്ങളോ മാസങ്ങളോ ആയിരിക്കും. ഇതിനാലാണ് ആദ്യം വളരെയധികം ഇഷ്ടം തോന്നിയ 2 പേർക്ക് പിന്നീട് അങ്ങോട്ട് ഇഷ്ടം കുറഞ്ഞു വരുന്നതായി തോന്നുന്നത്. ഇങ്ങനെ ഓരോ ദിവസവും നിങ്ങളുടെ കോശങ്ങളിലൂടെ അനേകായിരം ഊർജ്ജങ്ങൾ ഉള്ളിൽ നിന്ന് പുറത്തേക്കും തിരിച്ചും സഞ്ചരിക്കുന്നുണ്ട്. ഈ പ്രക്രിയയിൽ ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചാൽ ജീവിതത്തിൽ ഉത്തരം കിട്ടാതെ നിലനിൽക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾക്ക് ഈ നിമിഷം തന്നെ ഉത്തരം ലഭിച്ചേക്കാം. എല്ലാ മാസവും നിങ്ങളുടെ ഫോൺ റീചാർജ് ചെയ്യുമ്പോൾ അതിൽ കോൾ, മെസ്സേജിംഗ്, ഇൻ്റർനെറ്റ് പോലുള്ള സേവനങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കും. ഈ ആനുകൂല്യങ്ങൾ റീചാർജ് ചെയ്യുന്ന എല്ലാവർക്കും തുല്യമാണെങ്കിലും ഉപയോഗിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ടാകും. ചിലർ കോളിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ആ പ്ലാൻ വിനിയോഗിക്കുക. മറ്റു ചിലർ മെസ്സേജിങ്ങിനായിരിക്കും. മറ്റു ചിലർ പ്ലാനിലൂടെ ലഭിക്കുന്ന ഇൻ്റർനെറ്റിനായിരിക്കും. ഇപ്പോൾ പറഞ്ഞതിന് സമാനമായ പ്രക്രിയയാണ് മനുഷ്യർക്കും. ഓരോ ജന്മത്തിലും ഒരു നിശ്ചിത അളവിലുള്ള ഊർജ്ജങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഇൻസ്റ്റോൾഡ് ആണ്. ഈ ഊർജ്ജങ്ങൾ 5 കോശങ്ങളിൽ ഏതിലൂടെയാണോ കൂടുതൽ സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ വിനിയോഗിക്കുന്നത് അതനുസരിച്ചായിരിക്കും ജീവിതത്തിൻ്റെ ക്വാളിറ്റിയും നിശ്ചയിക്കുക. ഊർജ്ജങ്ങൾ അന്നമയ കോശത്തിലൂടെ ഫിസിക്കൽ ബോഡിയിലൂടെ വിനിയോഗിച്ചാൽ ഭൂരിഭാഗം കർമ്മങ്ങളും ഫിസിക്കൽ വേൾഡിൽ നിന്നായിരിക്കും ഉത്ഭവിക്കുക. ഒരു കാര്യം നേടിയെടുക്കാൻ എത്ര കഷ്ടപ്പെടാനും മടിക്കാത്ത ശാരീരിക ക്ഷമതയുള്ള വ്യക്തികളെ ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. ഊർജ്ജങ്ങൾ മനോമയ കോശത്തിലൂടെയാണ് പുറം ലോകത്തേക്ക് വിനിയോഗിക്കപ്പെടുന്നതെങ്കിൽ ഭൂരിഭാഗം കർമ്മങ്ങളും മനസ്സിൻ്റെ തലത്തിൽ രൂപപ്പെടുന്നവയായിരിക്കും. ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ സാഹചര്യങ്ങളെയും പുറം ലോകത്തിറങ്ങി കഷ്ടപ്പെടുന്നതിന് പകരം ചിന്തിച്ച് ഉത്തരം കണ്ടെത്താനാണ് ഇവർ ശ്രമിക്കാറുള്ളത്. അതിനാൽ മനസ്സിൻ്റെ ശക്തിയും മറ്റു മനുഷ്യരെക്കാളും ഈ കാറ്റഗറിയിലുള്ള വ്യക്തികൾക്ക് കൂടുതലായിരിക്കും. ഇനി അഥവാ പ്രാണമയ കോശത്തിലൂടെയാണ് പുറത്തേക്ക് സഞ്ചരിക്കുന്നതെങ്കിൽ അവരെയാണ് യോഗികൾ എന്ന് പറയുക. ശരീരത്തിൻ്റെയോ മനസ്സിൻ്റെയോ സ്വാധീനം ഇല്ലാതെ ഏത് കാര്യത്തെയും ഊർജ്ജങ്ങൾ കൊണ്ട് മാത്രം നേടിയെടുക്കാൻ യോഗികൾക്ക് സാധിക്കും. ഇതിനാലാണ് അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും ഈ മുഴുവൻ സൃഷ്ടിക്കും നന്മകൾ നൽകുമെന്ന് പറയുന്നത്. ഇപ്പോൾ പറഞ്ഞ 3 കാറ്റഗറിക്കും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാകും. പക്ഷേ യോഗശാസ്ത്രം ഇങ്ങനെ ഏതെങ്കിലും ഒരു കോശത്തിലൂടെ മാത്രം എനർജി ചാനലാവുന്നതിനെ ഒരു ഡിസോർഡറായാണ് കാണാറുള്ളത്. പരിധിയിൽ കൂടുതൽ കാലം ഈ കോശങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മാത്രം അധികമായി പ്രവർത്തിച്ചാൽ മുഴുവൻ സിസ്റ്റവും ഇംബാലൻസ് ആകും. അകാരണമായ ശാരീരിക പ്രശ്നങ്ങൾ വരുന്നതും നിയന്ത്രിക്കാൻ കഴിയാത്ത ചിന്തകളും വികാരങ്ങളും നിറഞ്ഞ് മനസ്സ് താളം തെറ്റുന്നതും ഇത്തരം ഇംബാലൻസസ് കാരണമാണ്. ഈ ഇംബാലൻസുകൾ തിരിച്ച് ബാലൻസിൽ എത്തിക്കാനുള്ള ഏക വഴിയാണ് ധ്യാനം അല്ലെങ്കിൽ പ്രാണായാമം പരിശീലിക്കുക എന്നത്. കാരണം ഇവ രണ്ടും കൃത്യമായി അഭ്യസിക്കാൻ ആരംഭിച്ചാൽ നിങ്ങളിൽ ആദ്യം ഗുണപ്പെടുന്നത് മുൻപ് പറഞ്ഞ കോശങ്ങളുടെ ഇംബാലൻസ് ആയിരിക്കും. അന്നമയ കോശത്തിലൂടെ മാത്രം ചാനലായ എനർജി മറ്റ് 2ലൂടെയും സഞ്ചരിക്കും. മനോമയ കോശത്തിലൂടെ മാത്രം സഞ്ചരിച്ചവ ബാലൻസ് ചെയ്ത് വേറെ കോശങ്ങളിലും സ്ഥാനമുറപ്പിക്കും. ഇങ്ങനെ സംഭവിച്ചാൽ സ്വാഭാവികമായും ശരീരത്തിലും മനസ്സിലുമുള്ള അശുദ്ധികൾ അനായാസം പുറത്തേക്ക് പോവുകയും ഹയർ ആയിട്ടുള്ള സ്പിരിച്വൽ ഡെവലപ്മെൻറ്റിന് നിങ്ങളെ പ്രകൃതി തിരഞ്ഞെടുക്കുകയും ചെയ്യും. നിശബ്ദമായി നിങ്ങളിൽ നടക്കുന്ന ശ്വസനമാണ് ജീവൻ നിലനിർത്തുന്നത്.
ഉറങ്ങുമ്പോൾ പോലും കൃത്യമായി പ്രവർത്തിക്കുന്ന തലച്ചോറാണ് നിങ്ങളുടെ സന്തുലിതാവസ്ഥയെ നിലനിർത്തുന്നത്. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മാത്രം ശരീരത്തെയും മനസ്സിനെയും പരിപാലിക്കുന്ന മനുഷ്യർക്ക് തീർച്ചയായും വേദനകൾ അനുഭവിക്കാൻ ഇടവരും. ചിലപ്പോൾ അത് വർദ്ധിച്ച് മരണം വരെ പിന്തുടരാനും സാധ്യതയുണ്ട്. ഈ തെറ്റിനെ തിരുത്താനാണ് യോഗ. കാലങ്ങളോളം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ശരീരത്തോടും മനസ്സിനോടുമുള്ള കൃതജ്ഞതയാണ് യോഗ. മരിക്കാൻ കിടക്കുമ്പോഴല്ല, ജീവിക്കുമ്പോഴാണ് യോഗപാതയെ സ്വീകരിക്കേണ്ടത്.